ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ ഇന്നലെ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ പ്രവേശിച്ചത്. മികച്ച പ്രകടനമാണ് ഒരു ടീം എന്ന നിലയിൽ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ഷാമിയും വരുണും ഒക്കെ മികച്ച പ്രകടനം നടത്തി. ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലിയുടെ ഒരു മാസ്മരിക ഇന്നിങ്സ് ഉണ്ടായിരുന്നു. സാഹചര്യത്തിനൊത്ത് കളിച്ചുകൊണ്ട് വിരാട് കോഹ്ലി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ, ശ്രേയസ് അയ്യർ തുടങ്ങിയ എല്ലാവരെയും നമ്മൾ ഈ ഒരു വിജയത്തിൽ പ്രശംസിക്കേണ്ടതുണ്ട്. ഇതോടുകൂടി രോഹിത് ശർമ്മ പുതിയ ഒരു നേട്ടം കുറിച്ചിട്ടുണ്ട്. അതായത് എല്ലാ ICC ടൂർണമെന്റുകളിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏക ക്യാപ്റ്റൻ, അതല്ലെങ്കിൽ ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് ഇപ്പോൾ രോഹിത്തിന്റെ പേരിലേക്ക് മാറി എഴുതിയിട്ടുള്ളത്. അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2023 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ വരെ എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് ഓസീസിനോട് പരാജയപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് കിരീടം നഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അത് രോഹിത്തിന് കീഴിലായിരുന്നു. അന്നും ഓസ്ട്രേലിയയോട് ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ICC T20 വേൾഡ് കപ്പ് 2024 ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കാൻ ഈ ക്യാപ്റ്റന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, കിരീടം നേടിക്കൊടുക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഇപ്പോൾ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ICCയുടെ എല്ലാ ടൂർണമെന്റുകളിലും ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ. ഇതിനു മുൻപ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആർക്കും തന്നെ ഇത്രയധികം ടൂർണമെന്റുകളിൽ തൻ്റെ സ്വന്തം ടീമിനെ ഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ആ ഒരു കിരീടം നേടാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിൽ ഒരു സെമി ഫൈനൽ മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തിലെ വിജയികളെ ആയിരിക്കും ഇന്ത്യക്ക് ഫൈനലിൽ വെച്ചുകൊണ്ട് നേരിടേണ്ടി വരിക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.